ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് FC ബാഴ്സലോണയോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-3 ഗോളുകൾക്കാണ് മത്സരത്തിൽ ബാഴ്സ വിജയിച്ചിട്ടുള്ളത്. ആദ്യം ബെയ്നയിലൂടെ അത്ലറ്റിക്കോ ലീഡ് കണ്ടെത്തുകയായിരുന്നു. പക്ഷേ 26-ാമത്തെ മിനിറ്റിൽ പെഡ്രയുടെ അസിസ്റ്റിൽ നിന്നും റാഫീഞ്ഞ ഗോൾ കണ്ടെത്തി. അതിനുശേഷം ലഭിച്ച പെനാൽറ്റി റോബർട്ട് ലെവൻഡോസ്കി പാഴാക്കിയത് ബാഴ്സയ്ക്ക് തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ കൂടി നേടിക്കൊണ്ട് FC ബാഴ്സലോണ വിജയം സ്വന്തമാക്കുകയായിരുന്നു. 65-ാമത്തെ മിനിറ്റിൽ ഡാനി ഒൽമോയും മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഫെറാൻ ടോറസുമാണ് FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. ഇതോടുകൂടി ലാലിഗയിലെ 1-ാം സ്ഥാനം ഇപ്പോൾ FC ബാഴ്സലോണ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മത്സരത്തിൽ വളരെ മോശം പ്രകടനമാണ് അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവരസ് പുറത്തെടുത്തിട്ടുള്ളത്. അതായത് അവസരങ്ങൾ ഒന്നും മുതലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഗോളോ അസിസ്റ്റോ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 3 ഡ്രിബിളുകൾ നടത്തിയിട്ട് 3ഉം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 17 തവണയാണ് പൊസഷൻ അദ്ദേഹത്തിന് ലോസ്റ്റ് ആയത്. 12 ഡുവലുകളിൽ കേവലം 2 മാത്രമാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ മോശം പ്രകടനമാണ് ഹൂലിയൻ ആൽവരസ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പരിശീലകനായ ഡിയേഗോ സിമിയോണി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് താരത്തിന് ഒരു മത്സരമൊക്കെ മോശമായി തീരും, അത് നോർമലാണ്, വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹം തൻ്റെ മികവ് വീണ്ടെടുക്കും എന്നാണ് ഡിയേഗോ സിമിയോണി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹൂലിയൻ ആൽവരസ് ഒരു മനുഷ്യനാണ്. ചിലപ്പോഴൊക്കെ മോശം മത്സരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകും. നമ്മൾ എപ്പോഴും അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന താരമാണ് അദ്ദേഹം. ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഹൂലിയൻ ആൽവരസ് ആണ്. തൊട്ടടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം അത് തെളിയിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഡിയേഗോ സിമിയോണി പറഞ്ഞിട്ടുള്ളത്. ഹൂലിയൻ ആൽവരസിന് ഈ മത്സരത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് അത്ലറ്റിക്കോയുടെ ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. ഏതായാലും 15 മത്സരങ്ങളിൽ നിന്ന് 12 വിജയങ്ങളുമായി 37 പോയിന്റാണ് ഇപ്പോൾ ബാഴ്സലോണക്കുള്ളത്. 14 മത്സരങ്ങളിൽ നിന്ന് 10 വിജയങ്ങൾ ഉള്ള റയൽ മാഡ്രിഡ് 33 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ്. അത്ലറ്റിക്കോ നിലവിൽ 4-ാം സ്ഥാനത്താണ് വരുന്നത്. 15 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റാണ് അവർക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.